വെൽക്കം ടു റൈസർ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോഞ്ച് പാഡിന്റെ നമ്മുടെ പൊളിറ്റിന്റെ സെഷൻ ആണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലോഞ്ച് പാഡിന്റെ സെഷൻ ആയിട്ടുണ്ടായിരുന്ന ജോഗ്രഫിന്റെ സെഷൻ, അതുപോലെ തന്നെ ഹിസ്റ്ററിന്റെ സെഷൻ ഒക്കെ നമ്മൾ മുന്നേ നടത്തിയിരുന്നു. ഇത് ലോഞ്ച് പാഡിന്റെ ടോട്ടൽ നാലാമത്തെ സെഷനാണ് ആക്ച്വലി. സോ നാലാമത്തെ സെഷനിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി ഇന്ത്യൻ പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു, പൊളിറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആയിരിക്കും ഇന്ന് നമ്മൾ നോക്കുക. അപ്പം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ വരുന്നത്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പൊളിറ്റിയിൽ വരുന്ന ഏരിയ എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ തന്നെ PYQ പോലെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ വരുന്നത് അത് നമ്മൾ നോക്കാം. അതേപോലെ തന്നെ NCERT ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ ഈസി ആയി പൊളിറ്റി പഠിക്കാം, അവസാനം നമുക്ക് എത്തുമ്പോഴേക്കും പൊളിറ്റി എത്ര ഈസി ആയിട്ട് പഠിക്കാം. ശരിക്കും ലക്ഷ്മികാന്ത് മൊത്തം പഠിക്കലാണോ പൊളിറ്റി, അതോ നമുക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ സെഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുവെ പൊളിറ്റി എല്ലാവർക്കും എന്ത് ചെയ്യാം, പൊതുവെ ഈസി ആയിട്ട് ഒരു ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്, അല്ലെ. ഇപ്പൊ നമുക്ക് പൊളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചത് 16 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വന്നത്. 2024 17 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന് മുന്നേ വീണ്ടും 16 ക്വസ്റ്റ്യൻ, ഇവിടെ 11 ക്വസ്റ്റ്യൻസ് ആണ് 2022 ചോദിച്ചിട്ടുള്ളത്. സോ 2022 സ്വാഭാവികമായിട്ടും കുറച്ചൊരു ക്വസ്റ്റ്യന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈവൻ 2015 മുതൽ ഞാൻ എടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ ലാസ്റ്റ് 10 ഇയർ 2015 to 2025 വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവറേജ് ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ത്യൻ പൊളിറ്റിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ പൊളിറ്റി എന്ന് പറയുന്നത് ബാക്കി ഏത് സബ്ജക്റ്റിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് UPSC സബ്ജക്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പൊളിറ്റി ആണ്. അത് ആ സബ്ജക്റ്റിന് കൂടുതൽ വെയിറ്റേജ് ഉള്ളതുകൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ ആ സബ്ജക്ട് എന്താണ്, ഇപ്പൊ എക്കണോമിക്സ് നോക്കുകയാണെങ്കിലും ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ സിമിലർ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ വൈ പൊളിറ്റി പർട്ടിക്കുലർലി ബിക്കം ദ കോർണർ സ്റ്റോൺ ഓഫ് പ്രിലിംസ് എന്ന് പറയാൻ കാരണം പൊളിറ്റി ആണ് വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ പൊളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് അപ്പർ ലെവലിൽ തന്നെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതും ഒന്ന് പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു കോസ്റ്റ് ആയിട്ട് നമുക്ക് കാണണം. ഇപ്പൊ ബാക്കിയുള്ള നിങ്ങൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്നും മെഡിവൽ ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യൻ പൊളിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻസ് തെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി നിങ്ങളുടെ ഒരു പ്രിലിംസിനെ തന്നെ ഇല്ലാതാക്കാൻ ചിലപ്പം എന്ത് ചെയ്യും, പൊളിറ്റി ക്വസ്റ്റ്യന് പറ്റിയെന്ന് വരും. സോ പൊളിറ്റി ക്വസ്റ്റ്യൻസ് തെറ്റാതിരിക്കുക എന്നുള്ളത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളിറ്റി എന്ത് ചെയ്യണം, പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഇപ്പൊ 16 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 14 എണ്ണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. 2 ഒക്കെ ഔട്ട് ഓഫ് എങ്ങനെയെങ്കിലൊക്കെ തെറ്റിപ്പോവാം. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 14 ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ പോയാലും പൊളിറ്റിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ പൊളിറ്റി ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റി നിങ്ങൾ ഫെയിലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊളിറ്റിയിൽ കൂടുതൽ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ ശരിയാക്കിയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൽ അതിനെക്കാട്ടും കൂടുതൽ ശരിയാക്കിയാലും പൊളിറ്റി തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ there is high chance that you are out of prelims. സോ പൊളിറ്റി, ഇന്ത്യൻ പൊളിറ്റി ഇസ് ദ കോർണർ സ്റ്റോൺ ഓഫ് പ്രിലിംസ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിയിലെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം. ഇനി കഴിഞ്ഞ ഒരു 4 വർഷത്തില് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് UPSC ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഇതിനകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഈ ബേസിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ബേസിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊതുവെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വരും. ഓക്കെ, ഫിലോസഫിക്കൽ ആസ്പെക്ട്, എന്താണ് ലിബർട്ടി, എന്താണ് ഫ്രീഡം, അല്ലെ. സോ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും ഇവിടെ വരിക. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഹിയർ ഇറ്റ് ഈസ് ദാറ്റ് യു മൈറ്റ് നോട്ട് ബി നോയിങ് ദ റിയൽ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്ന ഒരു ചലഞ്ച്. അതർവൈസ് ഇതിനകത്ത് എന്തുണ്ടാവും, കൃത്യമായിട്ടുള്ള നമ്മൾ എന്നും കേൾക്കുന്ന വേർഡ്സ് ആയിരിക്കും ബേസിക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. ഇപ്പം ഇതിനകത്ത് ലാസ്റ്റ് 2023 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യനും. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 2 വർഷം ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ നമ്മളൊരു കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വീതം എന്താണ് ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് വീതം മാറി മാറി ചോദിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്ത വർഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബേസിക്സ് സബ്ജക്റ്റിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല.
ഈ ക്വസ്റ്റ്യൻസ് തെറ്റാൻ പാടില്ല. 100% ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യരുത്, നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഒരു ബ്രെഡ്ത്തോ അല്ലെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശരിയാക്കുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. നെവർ എവർ മേക്ക് റോങ് ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്. ദീസ് ആർ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസിയാണ് അത് ക്രാക്ക് ചെയ്യാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതെന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ UPSC ചോദിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഇതിനെ ഞാനൊരു ക്ലബ് ആക്കുകയാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ. സോ ഈ 3 ആസ്പെക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് UPSC എല്ലാ വർഷവും UPSC പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ റൈറ്റ് ടു പ്രൈവസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ ഏതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇത് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന രീതിയിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, DPSP എന്ന ഏരിയയിൽ UPSC ചോദിക്കുന്നത്. ഓക്കെ, സോ ഈ ഏരിയയിലും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻസ് മിസ് ആവാൻ പാടില്ലാത്ത ഏരിയയാണ്. ഈ 2 ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് തെറ്റിക്കാൻ പാടില്ല. പൊളിറ്റിയിൽ ഞാൻ പറഞ്ഞു ആകെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാക്സിമം തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ പൊളിറ്റി തെറ്റാൻ പാടില്ല. ഓക്കെ, ഇനി അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ എപ്പോഴും ഇതെല്ലാം എന്ന് പറയുന്നത് ഞാനിപ്പോ 2022 മാത്രമേ ഈ ഗ്രാഫിക് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇഫ് യു ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം 2015 ഓൺവേർഡ്സ്, യു ക്യാൻ സി അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഐദർ ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ DPSP അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്രകാരം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും UPSC ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ വർഷവും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ കിട്ടും, പഠിച്ചു ചെന്നോ ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഏരിയ എന്ന് നോക്കുന്നത് പ്രസിഡന്റ്, ഗവർണർ, വൈസ് പ്രസിഡന്റ് ഏരിയ ആണ്. ഈ ഏരിയയിൽ കഴിഞ്ഞ വർഷം 4 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2 വളരെ ഡയറക്റ്റ് ഗവർണറിന്റെയും 2 ക്വസ്റ്റ്യൻസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഗവർണറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ഗവർണറിന്റെ ഏരിയയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നു. യു നോ വൈ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ 2025 4 ക്വസ്റ്റ്യൻസോളം ഗവർണറിൽ പിക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ വർഷം ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ പറയാ ഇപ്പൊ ന്യൂസിൽ ഏറ്റവും നിറഞ്ഞിരുന്നത് നമ്മുടെ കേരളത്തിന്റെ ഗവർണറും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗവർണർ, പഞ്ചാബിലെ ഗവർണറൊക്കെ ആയിരുന്നു. സോ ഗവർണർമാരുടെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കറണ്ട് അഫയേഴ്സിന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെ 4 ക്വസ്റ്റ്യൻസോളം കഴിഞ്ഞ വർഷം ഗവർണറിന് ചോദിച്ചു. അതല്ല എന്നിരിക്കെ ഇനിയിപ്പം കറണ്ട് അഫയേഴ്സിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കാം, എന്നാലും പ്രസിഡന്റോ ഗവർണറിൽ നിന്നോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടിയിരിക്കും. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രസിഡന്റോ ഗവർണറിനോ ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതില്ലാത്ത വർഷം UPSC പ്രിലിംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ മോസ്റ്റ്ലി എന്താണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഗവർണർ, പ്രസിഡന്റ് ഹോട്ട് ടോപ്പിക് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്കാണ്. ഒന്നും തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസും ആണ് ഇവിടെയും ഉള്ളത്. അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ഈ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറിൽ നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 വാസ് റിലേറ്റഡ് ടു ആന്റി ഡിഫെക്ഷൻ. അത് വേണമെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ അണ്ടറിൽ നമുക്ക് ക്ലബ് ചെയ്യാം. പക്ഷെ അവർ ഐ ആം ടേക്കൻ ആന്റി ഡിഫെക്ഷൻ ഇവിടെയാണ് ഇടുന്നത്. സോ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ, അതർവൈസ് എന്താണ് എല്ലാ വർഷം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മോസ്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 2023 ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ എന്താ ബാക്കിയുള്ള നിങ്ങൾ ഒരു 10 വർഷം എടുക്കുവാണെങ്കിൽ ഒരു 8 വർഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കർ റിപ്പീറ്റഡ് ആണ്. അപ്പൊ സ്പീക്കർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ടോപ്പിക് ആണ്. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഏരിയ ആണ് സ്പീക്കർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ലെജിസ്ലേച്ചറിന്റെ ഏരിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേച്ചറിൽ ക്വസ്റ്റ്യൻസിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലെജിസ്ലേച്ചറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മണി ബില്ലാണ്. മണി ബില്ലിനെ പോലെ PYQ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് UPSC ഇല്ല. സോ നോ അതർ ടോപ്പിക് ഇൻ എനി അതർ സബ്ജക്ട്, നിങ്ങൾ ഏത് സബ്ജക്ട്, പൊളിറ്റി, ഹിസ്റ്ററി എടുത്തോ, ഏത് സബ്ജക്ട് എടുത്തോ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഇത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മണി ബിൽ. മണി ബില്ലിൽ മോസ്റ്റ്ലി ഐ തിങ്ക് ലാസ്റ്റ് 10 ഇയറിൽ ഒരു 6-7 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് മണി ബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മണി ബിൽ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതർ ദാൻ ലെജിസ്ലേച്ചറിൽ നമ്മൾ ചോദിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പവർ എന്താണ്, അവരെങ്ങനെയാണ് ചോദ്യം വരുന്നത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലെജിസ്ലേറ്ററിൽ വന്നിട്ടുള്ളതാണ് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർലമെന്ററി കമ്മിറ്റിയെ പറ്റി. ഓക്കെ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ഇൻസ്പയർഡ് ആണ്. പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് വെറുതെ ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ എത്തിക്സ് കമ്മിറ്റിയെ പറ്റി ന്യൂസിൽ ഉണ്ടായിരുന്ന സമയത്താണ് UPSC എത്തിക്സ് കമ്മിറ്റിയെ പറ്റി UPSC ചോദിച്ചിട്ടുള്ളത് അല്ലെ. എത്തിക്സ് കമ്മിറ്റി നിങ്ങൾക്ക് അറിയാം, മഹുവ മൊയ്ത്ര ബംഗാൾ MBA പറ്റിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വളരെയധികം നിന്ന സമയത്താണ് എത്തിക്സ് കമ്മിറ്റിയെ പറ്റി ചോദ്യം വന്നിട്ടുള്ളത്. സോ വളരെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് UPSC പൊളിറ്റിയിൽ ചോദിക്കുള്ളൂ. നോ ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോവാ. നിങ്ങൾക്കുള്ള 17 മാർക്കാണ്. ഇന്നാ മക്കളെ പിടിച്ചോ, 17 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നാ പിടിച്ചോ ഒരു 34 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് എന്ന് പറഞ്ഞ UPSC ഇട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊളിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടന്റ് ഏരിയ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആണ്. എല്ലാ വർഷവും
ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ഇല്ല എന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ഒരു 80% UPSCന്റെ എല്ലാ പേപ്പറിലും നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില്ലാത്ത പേപ്പേഴ്സ് ഇല്ല. സോ അനദർ ഇമ്പോർട്ടന്റ് ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പഠിക്കാം. അതിലൊക്കെ ഉപരി എല്ലാ വർഷവും പറയുന്നതാണ് ഇപ്പോഴും ആളുകൾക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ആളുകൾ എപ്പോഴും തെറ്റിക്കുന്നത്. നിങ്ങൾ തെറ്റിക്കുന്ന ടോപ്പിക് ഇവിടം വരെ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും തെറ്റിക്കുന്ന വളരെ കുറവാണ് കണ്ടിട്ട് വന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്ന ടോപ്പിക്കാണ് 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5th ഷെഡ്യൂൾ എല്ലാ വർഷവും ചോദ്യം ചോദിക്കും. എല്ലാ വർഷവും UPSC വളരെ ഇത്രയും എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പേപ്പർ പൊളിറ്റിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇത്ര എക്സ്പെക്ടഡ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും പൊളിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യും, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിക്കും. എല്ലാ വർഷവും എന്ത് ചെയ്യും, സ്പീക്കറിൽ നിന്ന് ഒരു ചോദ്യം വരാം. എല്ലാ വർഷവും പ്രസിഡന്റിന് ചോദ്യം വരാം. ഇത്ര എക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റും പറയാൻ പറ്റില്ല. അപ്പം 5th and 6th ഷെഡ്യൂൾ അത്ര ഈസിയാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് പൊളിറ്റി പേപ്പർ എന്ന് പറയുന്നത്. 6th ഷെഡ്യൂൾ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരും. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക് ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. ഈ ഏരിയയിലും മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, വളരെ ഈസിയാ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആസ്പിരൻസ് ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് തെറ്റിക്കാറുണ്ട്. 5th and 6th ഷെഡ്യൂൾ ഒരുപാട് തവണ എല്ലാ പ്രിലിംസിനും എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഏത് പൊളിറ്റിന്റെ ഫാക്കൽറ്റി ആണെങ്കിലും ഏത് ടീച്ചർ ആണെങ്കിലും ദേ മൈറ്റ് ബി ടെല്ലിങ് യു ദാറ്റ് ഡോണ്ട് മിസ് ഔട്ട് 5th and 6th ഷെഡ്യൂൾ. പക്ഷെ സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുള്ള പൊളിറ്റിയിൽ കുട്ടികളെ തെറ്റിക്കുന്നത് 5th and 6th ഷെഡ്യൂൾ ആണ്. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ഇൻ 2026. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5th and 6th ഷെഡ്യൂൾ ഇനി നമുക്ക് തെറ്റാൻ പാടില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ PYQ മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾ 5th and 6th ഷെഡ്യൂൾ നിങ്ങൾ ശരിയാക്കും. അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, 5th and 6th ഷെഡ്യൂളിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ വർഷം ഒരു ക്വസ്റ്റ്യൻ. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഇല്ല. പാറ്റേൺ ഇൻ ദ സെൻസ് ദാറ്റ് ഈ വർഷം ചോദിക്കും അടുത്ത വർഷം ചോദിക്കും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. കാരണം പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ചില വർഷങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ച വർഷങ്ങളുണ്ട്. ചില വർഷങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യനേ വരാറില്ല. ഇപ്പം കഴിഞ്ഞൊരു 4 വർഷം എടുക്കുകയാണെങ്കിൽ 2025 മാത്രമേ ഒരു ലോക്കൽ സെൽഫ് ഗവർണൻസും അതായത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനും മുനിസിപ്പാലിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അതല്ലാതെ അതിന്റെ മുന്നത്തെ വർഷങ്ങളിൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 3 വർഷം വന്നിട്ടില്ല. പക്ഷെ അതിനർത്ഥം അതിന് മുന്നേ ഇല്ല എന്നുള്ളതല്ല. 2020 2021 അപ്പൊ ചില വർഷങ്ങളിൽ വരുന്നുണ്ട്, ചില വർഷങ്ങളിൽ വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാതെ പോകാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ഒരു കാര്യത്തില് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വിൽ ബി ഓൾവേസ് റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് തന്നെ വളരെ സിമ്പിൾ ആയിരിക്കും. 1 കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ ഞാൻ ക്ലബ് ചെയ്തിട്ടുള്ളത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസോ UPSC ചോദിക്കും. പക്ഷെ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് ആണ്. ആ വർഷം ഏറ്റവും കൂടുതൽ ന്യൂസിൽ നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കും UPSC ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കണമെന്നില്ല. ഇപ്പം 100th ഇയർ ഓഫ് UPSC ആണ് ഈ വർഷം എന്ന് പറയുന്നത് അല്ലെ. 100 വർഷമായി UPSC ഉണ്ടാക്കിയിട്ട്. അപ്പൊ 100 വർഷമായിട്ട് UPSC ഇമ്പോർട്ടന്റ് ആണോ, എത്രത്തോളം റെലവന്റ് ആണ്, ഈ ടോപ്പിക് റെലവന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദിസ് ഈസ് 100th ഇയർ ഓഫ് UPSC. ഇത് ടോപ്പിക് റെലവന്റ് അല്ലേ ഈ വർഷം? ഒരു തംസ് അപ്പ് ആണോ? ആണല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, കംപ്ലീറ്റ് നമുക്ക് ഇത് റെലവന്റ് ആണെന്നുള്ളത് മാത്രം പറയാം. നമുക്ക് UPSCന്റെ ഫിലോസഫി മനസ്സിലാവണം. UPSC ഇതുവരെ UPSCയെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. UPSC നിങ്ങൾ ആലോചിച്ചു, UPSCയെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് മകൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട്. അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, മോനെ എന്നെ പറ്റി നിനക്ക് അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കും. അത് UPSC മെയിൻസിനും UPSC റിഫോംസ്, ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ റിഫോംസ് UPSC ചോദിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ കമ്മീഷന്റെ റിഫോംസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ UPSC സ്വയം തന്നെ വാട്ട് ആർ ദ റിഫോംസ് യു ക്യാൻ ടേക്കൻ ഫോർ, അവിടെ എന്താണ് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. UPSC എന്ന് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ റിഫോം ഫോർ ക്യാൻ ബി ടേക്കൻ ഫോർ UPSC എന്ന് UPSC മെയിൻസിൽ ചോദിച്ചിട്ടില്ല. പ്രിലിംസിലും UPSCന്റെ ഏരിയ എന്ന് ചോദിച്ചിട്ടില്ല. ബട്ട് ഹൗവർ ആ ട്രെൻഡ് മാറായികയൊന്നുമില്ല. ഇപ്പൊ ഈ വർഷം ചോദിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഈസ് റെലവന്റ് ടോപ്പിക്. ബട്ട് UPSC എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ UPSCയെ പറ്റി ചോദിച്ചിട്ടില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച്. ഈ വർഷം എന്താണ് UPSC കുറച്ചുകൂടി മെമ്മറി ബേസ്ഡ് ആവുന്ന കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ UPSC ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാം. പക്ഷെ പൊതുവെ UPSC തൊടാത്ത ഒരു ഏരിയ ആണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ കയറി ആരും കളിക്കേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് UPSCക്ക് ഉള്ളത്. വിത്ത് റെസ്പെക്ട് ജുഡീഷ്യറി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിനകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ചില വർഷങ്ങളിൽ ഇഫ് ഇറ്റ് ഈസ് ഇൻ ന്യൂസ്, എസ്പെഷ്യലി ജുഡീഷ്യറിയായി ബന്ധപ്പെടുന്ന അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ന്യൂസിൽ ഉണ്ടാവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അതിനകത്ത് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ. ഇനി റിട്ട് ആയി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ്, റിട്ട് അല്ലെ, റിട്ട് ജൂറിഡിക്ഷൻ നിങ്ങൾക്ക് എന്താ അറിയാലോ,
സോ റിട്ട് ജൂറിഡിക്ഷനുമായി ബന്ധപ്പെടുന്ന ടോപ്പിക് ആണ് എന്നുണ്ടെങ്കിൽ UPSC എന്ത് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിട്ടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ടോപ്പിക്കിന്റെ അണ്ടറിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇല്ലാതെ റിട്ട് നിങ്ങൾ ജുഡീഷ്യറിൽ എടുക്കുകയാണെങ്കിൽ ജുഡീഷ്യറിൽ ഒരു ക്വസ്റ്റ്യൻ വീതം എന്തുണ്ടാവും, മിക്ക വർഷങ്ങളും ഉണ്ടാവും. റിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഐദർ മാൻഡമസോ അല്ലെങ്കിൽ കോവാറന്റോ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും UPSC ചോദിക്കും. ഓക്കെ, അപ്പം അത് ഞാൻ ജുഡീഷ്യറിയിലല്ല കൂട്ടിയത്, ഞാൻ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിലാണ് കൂട്ടിയത് കേട്ടോ. അപ്പം ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിന്റെ കോമ്പോസിഷൻ, അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിലും പഠിക്കണം. കഴിഞ്ഞ 3 വർഷം ക്വസ്റ്റ്യൻസ് ഇല്ല. ദാറ്റ് മീൻസ് ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഇയർ. കുറെ കാലമായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, പക്ഷെ മുന്നേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജുഡീഷ്യറിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന കാണാൻ പറ്റും. ഇനി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഏരിയ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ UPSC ചില ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ UPSC തന്നെ ക്യാൻസൽ ചെയ്യേണ്ടായി. കാരണം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമെന്റ്മെന്റ് ഏരിയയിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കൂടുതൽ വരുന്നത് കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സും വരും. ഫോർ എക്സാമ്പിൾ നാരി ശക്തി യോജന, ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും UPSC എക്സാമിന് പോകരുത് എന്ന് മാത്രം. കാരണം ഇതൊക്കെ എന്താണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ്. ഇപ്പം കറന്റ് അഫയേഴ്സ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന ഫോർ എക്സാമ്പിൾ ഹോം കാർഡുമായി റിലേറ്റ്, ഹോം കാർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹോം കാർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് UPSC വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്, ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചോളാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലുള്ള ഏരിയ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി മേ ബി സഡൻലി ഫ്രം ദി പ്രിസൺ റിഫോമിനെ പറ്റിയുള്ള ഒരു ആക്ടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പ്രാവശ്യം ചോദിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഗാന്ധി പ്രൈസിനെ പറ്റിയൊക്കെ ചോദിച്ചു. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ വളരെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, അത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. സോ ഇത് നിങ്ങൾക്ക് തെറ്റാം എന്നുള്ളത് മാത്രമാണ് പൊളിറ്റിയിൽ നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള ക്വസ്റ്റ്യൻ. വേറെ പൊളിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഒരു ക്വസ്റ്റ്യനും. ഓക്കെ, ബാക്കി എല്ലാ ക്വസ്റ്റ്യനും പൊളിറ്റി നിങ്ങൾ ശരിയാക്കണം. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്ക് അല്ലാതെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ വരില്ല എന്നുള്ളതാണ്. ഇനി NCERT ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിയിൽ നിന്ന് എന്താണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻസിനെ അടുപ്പിച്ച്, നിങ്ങൾക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഒരു 3 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ, ഇതിന്റെ മുന്നത്തെ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ NCERT ഇട്ടത്, NCERT ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് NCERT ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഐ ഹാവ് ഓൺലി ടേക്കൻ ദി എക്സാക്ട് വേർഡ് NCERT ഉള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ, അതായത് NCERT വായിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എടുത്തത് എക്സാക്ട് വേർഡ് മാത്രം ഉള്ളത്. കാരണം അതെന്താണ്, അത് വായിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പക്ഷെ എക്സാക്ട് വേർഡ് അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതിരുന്നത്. ഓക്കെ, അപ്പം എക്സാക്ട് വേർഡ് ആയിട്ടുള്ള NCERT കൊടുത്തിട്ടുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ, അതായത് 9 മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം, 6 മാർക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടും. 4 മാർക്ക് ഒരു 6-8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് NCERT വായിക്കുന്നതോടുകൂടി ഡയറക്റ്റ് ആയിട്ട് കിട്ടും, ഇൻഡയറക്റ്റ് ആയിട്ട് വേറെയും കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് NCERT വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്, വെറുതെ എല്ലാ കാര്യം പഠിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ NCERT വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു. ഇപ്പം ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. Article 368 of the Constitution of India, Parliament may amend the provision of Constitution by way of, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന്റെ ആൻസർ എത്രയാണ്? ABCD ഏതാ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ ഏതായിരിക്കും? ഡി ആണെന്ന് പറയുന്നു. നിങ്ങൾ നോക്കിയേ, ഇതും അമെൻഡിംഗ് പവറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ ബിൽ അമെൻഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ എ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആവശ്യമുണ്ടോ? മണി ബില്ല് ഇറക്കുന്നതിന് എന്ത് ചെയ്യണം? പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ട കാര്യത്തിന് എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കേണ്ട കാര്യം പോലും പൊളിറ്റിയിലില്ല. അത്ര ഈസി ആയിട്ട് പൊളിറ്റി ക്വസ്റ്റ്യൻ ഇടുന്നത്. ബേസിക്സ് മാത്രമേ പൊളിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഈ 2 ക്വസ്റ്റ്യനും എക്സാക്ട്ലി നിങ്ങൾക്ക് എവിടെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT കാണാം. സോ ഇത് നോക്കിക്കുക, NCERT മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് UPSC അതേപോലെ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു പണി മാത്രമേ UPSC എടുത്തിട്ടുള്ളൂ. സോ പാർലമെന്റ് മേ എക്സസൈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പവർ അമെൻഡ് ബൈ വേ ഓഫ് അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ എന്നാണ് UPSC പറഞ്ഞിട്ടുള്ളത്. അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ ആ ഒരു ഓർഡർ വേണമെങ്കിൽ UPSC ഒന്ന് മാറ്റിയിടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി എന്ത് ചെയ്തു, UPSC ആ വേർഡ് തന്നെയാണ് NCERT എടുത്തുള്ളത്. ഇത് അതിന്റെ താഴോട്ട് ഇതിന്റെ ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്റർ ഞാൻ കാണിച്ചിട്ടില്ല. അതിനകത്ത് എന്ത് പറയുന്നുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ 2 സ്റ്റേറ്റ്മെന്റും ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന്റെ ഹൗ
ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ താഴോട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തില്ല. ബട്ട് എക്സാക്ട് വേർഡിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ NCERT-യിൽ UPSC-യിൽ കൊടുത്തിരുന്നത്. അങ്ങനത്തെ മാത്രമേ NCERT-ൽ അത് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, ആന്റി ഡിഫെക്ഷൻ ലോയിനെ പറ്റിയിട്ട് അല്ലേ. സോ എ ലോ സ്പെസിഫൈ ദാറ്റ്, ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? ആന്റി ഡിഫെക്ഷന്റെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? The law specifies that a nominated legislator cannot join any political party within 6 months of being appointed to the house. 6 മാസം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്നല്ലേ അതിന്റെ അർത്ഥം മെയിൻലി പറയുന്നത്. നേരെ തിരിച്ചാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം ആന്റി ഡിഫെക്ഷൻ പഠിച്ചവർക്ക് അറിയാം എന്ത് ചെയ്യാൻ പറ്റും. നോമിനേറ്റഡ് മെമ്പേഴ്സിന് എന്താ പറയാൻ പറ്റുക, നമുക്ക് specify that a nominated legislator cannot join any political party within the 6 months of being appointed അല്ലെ. ആ 6 മാസം ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പയറി ഓഫ് 6 മന്ത് ആണ് ഇതിനകത്ത് ശരിക്കും എന്ത് ചെയ്യുന്നത് എഴുതുന്നത്. UPSC ജസ്റ്റ് ആ വേർഡ് മാത്രം മാറ്റുന്നേ ഉള്ളൂ. ബേസിക്കലി എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കി നോക്കിയേ, the law does not provide any time frame within which the presiding officer has to take the defection case അല്ലെ. ആരാണ് ഇവിടെ ഡിഫെക്ഷൻ? നിങ്ങളിപ്പോ PYക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇവിടെ ടൈം ലിമിറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ശരിയാണ്, പക്ഷെ ഇത് ചെയ്തങ്ങ് പോകരുത്. അപ്പൊ ആരാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസറാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, സ്പീക്കറാണെന്ന് മനസ്സിലായി. വേറെ UPSC ഇതേ ചോദ്യം വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത് അറിയോ, ആന്റി ഡിഫെക്ഷന്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് UPSC ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി PYക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രസിഡന്റ് അല്ല പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി സ്പീക്കർ. സോ നിങ്ങൾ ഈവൻ ലക്ഷ്മികാന്തും NCERT വായിച്ചില്ല, PYക്ക് മാത്രം പഠിച്ച് റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതെന്താണ് UPSC-യുടെ ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞ NCERT-ൽ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിൽ ഒരു ബോക്സ്, ആ ബോക്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡിഫെക്ഷനെ പറ്റി ഇനി താഴോട്ടുകൂടി ഉണ്ട്. സോ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് UPSC എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. സോ NCERT-ൽ പറയുന്നുണ്ട്. NCERT വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമ്മൾ റിട്ടിനെ പറ്റിയുള്ള റിട്ട് ഞാൻ പറഞ്ഞു എല്ലാ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടിൽ നിന്ന് റിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാ വർഷവും ഉണ്ടാവും. സോ എല്ലാ വർഷവും ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് മാൻഡമസിനെ പറ്റി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എനി പബ്ലിക് ഗവൺമെന്റ് അല്ലെ, മാൻഡമസ് എന്താണ്, വിൽ നോട്ട് ലൈ അഗെയിൻസ്റ്റ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അൺലെസ് ഇറ്റ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് എ പബ്ലിക് ഡ്യൂട്ടി. സെക്കൻഡ് ഓപ്ഷൻ വരുന്ന മാൻഡമസ് വിൽ നോട്ട് ലൈ അഗെയിൻസ്റ്റ് എ കമ്പനി ഈവൻ ദോ ഇറ്റ് മേ ബി എ ഗവൺമെന്റ് കമ്പനി. ഇതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഇതിനകത്ത് എന്താണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാവണം അല്ലെ. എന്തായാലും 2 സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് ശരിയാവണം. ആൻഡ് ദിസ് 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് ബോഡീനെ പറ്റി ഇല്ല, ഡ്യൂട്ടി ഇല്ല. ഒന്ന് പറയുന്നത് പബ്ലിക് ബോഡിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ല. സോ ദീസ് ആർ ഓപ്പോസിറ്റിംഗ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, 1ഉം 2ഉം ഒന്നിച്ചുള്ള ഓപ്ഷൻസ് എല്ലാം എന്തായിരിക്കും, തെറ്റായിരിക്കും. ഇനി ആകെ നിങ്ങൾക്ക് 50-50 ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലോജിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, റോങ് ആയിരിക്കും എന്നുള്ളതാണ്. പബ്ലിക്കിന് മാത്രം എന്താ പബ്ലിക് ബോഡിയിലേക്കായിരിക്കും നമുക്ക് വേണ്ടത്. ഇപ്പൊ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കമ്പനി എന്താണ്, പബ്ലിക് ഡ്യൂട്ടി ഉള്ളതാണ്. സോ ഓട്ടോമാറ്റിക്കലി ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഞാൻ നോക്കുന്നത് ബേസിക്കലി ഇത് കണ്ടോ, ഇതൊക്കെ NCERT-ൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള സാധനമാണ്. NCERT നിങ്ങൾ പഠിക്കണം, എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഉത്തരം നിങ്ങൾ നോക്കി, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും, which one of the following the statement best reflect the chief purpose of the constitution of a country എന്നുള്ളതാണ്. ഇത് വളരെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ് ഫോർ ദ മേക്കിംഗ് ഓഫ് നെസസറി ലോ ഉണ്ടാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ എന്തുണ്ടാവില്ല, ലോ ഉണ്ടാവില്ലായിരുന്നു. കാരണം അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല അല്ലെ. ഇറ്റ് ക്രിയേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ ഓഫീസ് ആൻഡ് ഗവൺമെന്റ്, അതിനും ഉണ്ടാവണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടോ, ആവശ്യമില്ല. സോ നിങ്ങൾ നോക്കി സെക്യൂർ സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ ബ്രിട്ടീഷ് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ എന്ത് മാത്രമേ ഉള്ളൂ, ബ്രിട്ടീഷിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ്, അൺലിമിറ്റഡ് പവർ ഫോർ ഗവൺമെന്റ് ആണ്. ഇവിടെ എന്താണ്, ലിമിറ്റഡ് പവർ ഫോർ ഗവൺമെന്റ് ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. UPSC ഇത് ആദ്യമായിട്ടല്ല ചോദിച്ചത്, 2024 ചോദിച്ചതാണ്. പക്ഷെ ഇതിന് മുന്നേ 2021 UPSC ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നേ UPSC ചോദിച്ചിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചർ എന്താണ്, ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് എന്നുള്ളത് UPSC റിപ്പീറ്റഡ് ആയി ചോദിച്ചതാണ്. ഇത് എടുത്തിരിക്കുന്നത് എക്സാക്ട്ലി NCERT ബുക്കിൽ നിന്നാണ്, UPSC കോപ്പി വെച്ച് എടുത്തതാണ്. ഓക്കെ, എക്സാക്ട് വേർഡിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഇതിനകത്ത് ലിമിറ്റ്സ് ഓൺ വാട്ട് എ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഓൺ ഇറ്റ്സ് സിറ്റിസൺ. സോ ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് UPSC എന്ത് ചെയ്തിട്ടുണ്ട്, NCERT എന്തുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മണി ബില്ലിനെ പറ്റിയ കുറെ പേര് ഈ ക്വസ്റ്റ്യൻ ഇറങ്ങിയ സമയത്ത് ആർട്ടിക്കിൾ എല്ലാവരും പൊതുവെ എന്ത് ചെയ്യും, മണി ബില്ല് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 110 ആർട്ടിക്കിൾ 110 മണി ബില്ല് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേര് പോയിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എഴുതി എടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഉത്തരാക്കി എടുത്തു. ആൻസർ മൊത്തം തെറ്റി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു, നിങ്ങൾ ആർട്ടിക്കിൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, NCERT വായിച്ചാൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണണമെന്നില്ല.
NCERT ഇത് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 109 എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ടു മണി ബില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പൊതുവെ ആളുകൾ എന്ത് ചെയ്തു, ലക്ഷ്മികാന്ത് മാത്രം വായിച്ചു. ആ സമയത്ത് ലക്ഷ്മികാന്തിൽ 109നെക്കാട്ടും 110 എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ എഡിഷൻ വന്നപ്പോൾ അത് മാറ്റി. അപ്പൊ ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തു, NCERT വായിച്ചിട്ടില്ല, ലക്ഷ്മികാന്ത് വായിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കുറെ പേര് റോങ് ആക്കി എടുത്തു. പക്ഷെ നമ്മളൊരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 110 ആർട്ടിക്കിൾ മണി ബില്ലാണ്, അതിന്റെ തൊട്ട് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വരാം എന്നുള്ള ചാൻസ് എടുത്തവരുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, NCERT വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ശരിയാക്കി എടുക്കാമായിരുന്നു. ഇനി PYQന്റെ ആസ്പെക്ട്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PYQന്റെ ഒരു ബ്യൂട്ടി എന്താണ് ഈ ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് UPSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ചോദിച്ച അതേ സ്റ്റേറ്റ്മെന്റ് വേറൊരു ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ PYQൽ ഇത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു PYQ അനാലിസിസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം വേറെ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പലപ്പോഴും ആ ഏരിയ ഒക്കെ മാറ്റും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, ഈവൻ സ്റ്റേറ്റ്മെന്റ് വരെ നിങ്ങൾക്ക് സെയിം സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഷെഡ്യൂൾഡ് ഏരിയന്ന് മിക്ക സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, UPSC ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നോക്കി, within a state the notification of an area as scheduled area take place through an order of president എന്ന് പറയുന്നുണ്ട്. ഇത് നേരെ മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്ത് ഇതെന്ത് മാറ്റി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതെന്ത് ഓരോ സ്റ്റേറ്റിൽ ഇപ്പൊ ഇതിനകത്ത് ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് ആർ. ഇത് നോക്കിയേ, വളരെ നിങ്ങൾ ഒരു പൊളിറ്റിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോയിട്ട് ചീഫ് മിനിസ്റ്റർ ആർക്ക് റിപ്പോർട്ട് കൊടുക്കില്ല, യൂണിയൻ ഹോം മിനിസ്റ്ററിന് പോയിട്ട് റിപ്പോർട്ട് കൊടുക്കില്ല, അല്ലെ? എസ്പെഷ്യലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പലിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു സാധനം പറയില്ല. കാരണം എക്സിക്യൂട്ടീവ് അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഒരിക്കലും ചീഫ് മിനിസ്റ്റർ ലെജിസ്ലേറ്ററിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് വീണ്ടും ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അണ്ടറിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾ പൊളിറ്റിക്കൽ ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ഫിഫ്ത് ഷെഡ്യൂളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ, ഞാൻ ഫിഫ്ത് ഷെഡ്യൂളിൽ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും എടുത്തിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഹു റെക്കഗ്നൈസ് ഡിക്ലെയർ എനി കമ്മ്യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ്. ഓട്ടോമാറ്റിക്കലി എന്താണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ കോൺഫ്ലിക്ട് ആണ്. ഇതിൽ രണ്ടും ഒന്നിച്ച് ശരിയാവാൻ പറ്റില്ല, ഒന്നിച്ച് തെറ്റാനും പറ്റില്ല. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ക്യാൻ ഡിക്ലെയർ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ്, അല്ലെ? രണ്ടാമത്തെ പറയുന്നത് കമ്മ്യൂണിറ്റി ഡിക്ലെയർ ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് നീഡ് നോട്ട് ബി സോ ഇൻ ദി അനദർ സ്റ്റേറ്റ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്, അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഗവർണർ ആണ് അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ എന്താവില്ല, അവിടുത്തെ ഇതാവില്ല, നീഡ് നോട്ട് ബി. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ജനറലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റിപ്പോവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും, ഈവൻ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കുള്ളൂ, ആ സ്റ്റേറ്റിൽ മാത്രമേ ആവുള്ളൂ. പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നേഷൻ പറയാൻ പറ്റും. പക്ഷെ ഗവർണർ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവാ. അപ്പം അയാൾ എന്ത് ചെയ്യില്ല, കേരള ഗവർണർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും തമിഴ്നാട്ടിൽ എന്ത് ചെയ്യില്ല, ഷെഡ്യൂൾഡ് ട്രൈബ് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതേപോലെ ഫിഫ്ത് ഷെഡ്യൂളിനെ പറ്റി വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് എന്താണ്, ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫിഫ്ത് ഷെഡ്യൂളിൽ നിന്ന് കുറെ PYQs വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട വീണ്ടും ഇത് സെയിം എന്താണ്, ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് ട്രൈബൽ ലാൻഡ് ടു പ്രൈവറ്റ് പാർട്ടി മൈനിങ് ഏത് ഷെഡ്യൂൾഡാണ്, ഫിഫ്ത് ഷെഡ്യൂളിൽ. ഇതെന്ത് ചെയ്യുന്നു, ഇത് നോക്കിയേ, ഇത് ഈ ആദ്യം UPSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതായത് UPSC ചോദിച്ചു, ഇതിനകത്ത് ഏതിലാണ്, അല്ല ഫിഫ്ത് ഷെഡ്യൂളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞു, ഇറ്റ് വുഡ് പ്രിവെന്റ് ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ഓഫ് ട്രൈബൽ പീപ്പിൾ ടു നോൺ ട്രൈബൽ പീപ്പിൾ എന്ന് UPSC ഉത്തരം പറഞ്ഞു. ഇനി UPSCക്ക് തോന്നി, ഞാനിതൊന്ന് തിരിച്ചു ചോദിച്ചാലോ? ഓക്കെ, തിരിച്ചു ചോദിച്ചു. അണ്ടർ ദ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫർ ഓഫ് ട്രൈബൽ ലാൻഡ് പ്രൈവറ്റ് പാർട്ടി എന്താണ് ബാൻ ചെയ്തിരിക്കുന്നു? ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ജസ്റ്റ് റിവേഴ്സ് ചെയ്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ വളരെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഈ ഫിഫ്ത് ഷെഡ്യൂൾഡ് ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഇനി അനദർ ഇമ്പോർട്ടന്റ്, നിങ്ങൾ മണി ബില്ലുമായിട്ട് ഞാൻ മണി ബില്ലിനെ പറ്റി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മണി ബിൽ ഈസ് കൺസേൺഡ് വിത്ത് അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. ഞാൻ മൊത്തം വായിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി UPSC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 6-8 ക്വസ്റ്റ്യൻ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മണി ബില്ലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ മണി ബില്ലിന്റെ ക്വസ്റ്റ്യൻസ് മൊത്തം എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു മണി ബില്ലിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റില്ല. പക്ഷെ ചെയ്യുമ്പം ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മണി ബില്ല് ഞാൻ ഓൾറെഡി 109 ഡിസ്കസ് ചെയ്തു. എല്ലാം മണി ബില്ല് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, മണി ബില്ലിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പാർഡനിങ് പവർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ, പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദിച്ചു. പ്രസിഡന്റ് ഇലക്ഷൻ 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഏരിയാസ് ആണ്. അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ നോക്കി ഇവിടെയും ഇലക്ഷനെ പറ്റിയാണ്, പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി
സെയിം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് UPSC ചോദിച്ചിട്ടുണ്ട്. സോ ഇതും പ്രസിഡന്റ് ഇലക്ഷൻ ആണ്, ഇതും എന്താണ് പ്രസിഡന്റ് ഇലക്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് UPSC സെയിം ടോപ്പിക്കിൽ നിന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാണാൻ പറ്റും. വളരെ ഈസിയാണ്, ഇതിനകത്ത് വലിയൊരു റോക്കറ്റ് സയൻസ് ഇല്ല. നമുക്ക് പൊളിറ്റിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അനാലിസിസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്നും ഇത് ഇവിടെ ഓൾറെഡി പ്രസിഡന്റ് ഇലക്ഷന്റെ വോട്ട് വാല്യൂവിനെ പറ്റി UPSC ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും UPSC എന്ത് ചെയ്യുന്നത് സെയിം വോട്ട് വാല്യൂവിനെ പറ്റി UPSC എന്ത് ചെയ്യുന്നത് വീണ്ടും ചോദിക്കുന്നു. അപ്പൊ വോട്ട് വാല്യൂവിന്റെ സ്റ്റേറ്റിനനുസരിച്ച് ഏതൊക്കെ സ്റ്റേറ്റിനാണ് കൂടുതൽ വാല്യൂ ഉള്ളതെന്നൊക്കെയാണ് UPSC ചോദിച്ചത് ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇത് പൊളിറ്റിക്കൽ തിയറി നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഈ ബേസിക് ക്വസ്റ്റ്യൻസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ആ ബേസിക് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ ഈസിയാണ്. പക്ഷെ വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഇൻ എസെൻസ് വാട്ട് ഇസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ UPSC വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം ചോദിക്കുക. ബേസിക്കലി വാട്ട് ഈസ് മീൻ ബൈ സ്റ്റേറ്റ് എന്ന് വേണേൽ ചോദിക്കും. എന്നിട്ട് ABCD ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് എന്ത് UPSC ചോദ്യം ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ UPSC ചോദിക്കും വാട്ട് യു മീൻ ബൈ ലിബർട്ടി, ഫ്രീഡം. ഇതൊക്കെ UPSC പാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് സെക്യുലർ സ്റ്റേറ്റ്, ഇതൊക്കെ UPSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനെയുള്ള ABCD 4 ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആൻസർ ചെയ്ത് തീർന്നു. ഇവിടെ നോക്കിക്കേ, ഇൻ എസെൻസ് വാട്ട് ഡസ് ഡ്യൂ പ്രോസസ് ലോ മീൻ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നോക്കിയേ ABCD ഏതായിരിക്കും ഉത്തരം? A അല്ലെ? A ആണ് എല്ലാരും പറയുന്നത് തോന്നുന്നു. C ആന്ന് പറയുന്നവരുണ്ടോ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. B അല്ലേ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണോ? അതെ. അല്ല, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോന്റെ കൂടെ ഫെയർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഇവിടെ വരുമ്പോഴാണ് ബേസിക്കലി എന്താവുന്നത്, ഡ്യൂ പ്രോസസ് ആവുന്നത്. സോ ഡ്യൂ പ്രോസസ് ആസ് എ ഹോളിസ്റ്റിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളതാണ് കേട്ടോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോയിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇല്ല. അതാണ് ആദ്യം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആർട്ടിക്കിൾ 21 ഇറ്റ് ഈസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പക്ഷെ പിന്നീട് 1975 മേനകാ ഗാന്ധി കേസിൽ എന്ത് ചെയ്യുന്നു, we added due process of law as per the judicial interpretation. Okay, so എന്ത് ചെയ്യുന്നു, അതിനകത്ത് നമുക്ക് വരുന്ന നാച്ചുറൽ ജസ്റ്റിസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് UPSC ചോദിക്കുക. ഇത് ഓൾറെഡി നമ്മൾ PYQ ഡിസ്കസ് ചെയ്തപ്പോൾ വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്താണ്, ഞാൻ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റാൻ പാടില്ല ഇവിടെ. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂട്ടി ഈ ഏരിയയിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടാണ്. ഓരോ റൈറ്റ് എന്നത് DPSP ആണോ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, അതിന്റെ നേച്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്നുള്ളത് അല്ലെ. ഇപ്പൊ വാല്യൂയിങ് പ്രിസർവിംഗ് റിച്ച് ഹെറിറ്റേജ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആർട്ടിക്കിൾ 50 ആണെന്ന് നമുക്കറിയാം അല്ലെ. ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് സെപ്പറേഷൻ ഓഫ് പവർ. അതുപോലെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ എന്നുള്ളത് നമുക്കറിയാം. ബിലോ ആർട്ടിക്കിൾ 14 ആണ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എഗൈൻ NCERT ആണ് കേട്ടോ. ഇതൊക്കെ NCERT ബേസ്ഡ് ക്വസ്റ്റനും ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ 76ാമത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കിയേ, ഇത് ഡയറക്റ്റ് ആണ് അല്ലെ. സുപ്രീം കോടതിയിൽ ഏതാണ് റൈറ്റ് പ്രൈവസി ഏത് ആർട്ടിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ തെറ്റിക്കാൻ പാടുണ്ടോ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഏതാണ് റൈറ്റ് പ്രൈവസി പറഞ്ഞിട്ടുള്ളത്, ഏതാണ് ആർട്ടിക്കിൾ 19 അല്ലേ? സർ 21 അല്ല, ആർട്ടിക്കിൾ 21. അത് നിങ്ങൾ ഉറങ്ങുവാണെന്ന് ചെക്ക് ചെയ്താ. ആർട്ടിക്കിൾ 21. ഓക്കെ, ആർട്ടിക്കിൾ 21 എന്ത് ചെയ്യുന്നത്, റൈറ്റ് പ്രൈവസി കൊടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇത് ഒരു തവണ ചോദിച്ചതാണോ? അല്ല, ഇതിന് മുന്നേ ആർട്ടിക്കിൾ 21 റൈറ്റ് പ്രൈവസി ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. സോ ഇത് 2024 ചോദ്യം ചോദിച്ചിട്ടാണ്. 2021 യു ക്യാൻ സീ ദ സെയിം ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിയേ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഹെൽഡ്. ഇത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ക്വസ്റ്റൻ ആണ്. UPSC ഒന്ന് ടഫ് ആക്കാൻ നോക്കിയാ, നിങ്ങളെ തെറ്റിക്കാൻ നോക്കിയതാ. ഇത് ശരിയാക്കാൻ പറ്റുമോ? ഇത് ശരിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിക്കേ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഹെൽഡ് ഇൻ സം ജഡ്ജ്മെന്റ് ദാറ്റ് the reservation policies made under Article 16 clause 4 of the Constitution of India would be limited by Article 335 for maintenance of efficiency of administration. ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്റെ ദൈവം എന്താണ് 335 അല്ലെ? നിങ്ങൾക്ക് അറിയില്ല, മറന്നു പോയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയുണ്ടാവില്ല. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. ആർട്ടിക്കിൾ 335 of the Constitution of India define the term efficiency of administration. One basic concept we study about Constitution is that most of the concept, 99% of the concept, ചില സാധനം പറഞ്ഞിട്ടുണ്ട്, 99% of the concept
ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരൊറ്റ സാധനം നിങ്ങൾക്ക് ബോധത്തോടു കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും അല്ലെ? എന്തായാലും എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെ? ഇതൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടീസ് ആണ്. അത് എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിന് പറഞ്ഞോളൂ. കറക്റ്റ് ആണ് സാർ. അത് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ARC-ലേക്കാണ് വരുന്നത്. ARC-ലേക്ക് കൊണ്ടുവന്നു. അത്രയൊന്നും ARC ഒന്നും എന്താണ് ലീഗൽ ഡോക്യുമെന്റ് അല്ല, പക്ഷേ ലീഗൽ ഡോക്യുമെന്റ് ആണ്, പക്ഷെ വാലിഡ് ഡോക്യുമെന്റ് അല്ല, റെക്കമെൻഡേഷൻസ് ആണ് അല്ലെ? സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം ബേസിക് എന്ത് ചെയ്തില്ല, ഇതൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നോ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എ കോർട്ട് ഓഫ് ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം. ശരിയാണ് അല്ലെ? ക്രിമിനൽ പ്രൊസീഡിങ്സ് എടുക്കാൻ പാടില്ല നമുക്കറിയാം. പക്ഷെ UPSC എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC പുതിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനൊക്കെ മടിയാണ്, എല്ലാം റിപ്പീറ്റേഷനാണ്. ദ സെയിം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്? UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പം UPSC-ന്റെ ഓരോ PYQസും, അത് എസ്പെഷ്യലി പൊളിറ്റിന്റെ PYQലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനകത്ത് ലോകസഭയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, പാർലമെന്റ് ലെജിസ്ലേറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിനകത്തും അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇതിനകത്ത് എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് ലോകസഭ ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ എക്സ്ക്ലൂസീവ് പവർ ഓഫ് ലോകസഭ ഏതാ ഇതിനകത്ത്? അതൊന്ന് പറഞ്ഞേ. You are the master of PYQ. Okay, thank you. See, acts of the exclusive power of Lok Sabha നോക്കിയേ, exclusive power of Lok Sabha നോക്കിയേ, ഇതിനകത്ത് ഏതായിരിക്കും? To ratify the declaration of emergency, to pass a motion of no confidence against the Council of Ministers, no, to impeach the President of India. നോക്കിയേ, ഇതിൽ ഏതായിരിക്കും വരിക ഉത്തരം? വളരെ സിമ്പിൾ അല്ലേ? എക്സ്ക്ലൂസീവ് ഇതൊക്കെ തെറ്റിക്കരുത്, വളരെ സിമ്പിൾ അല്ലേ അല്ലെ? ബി ഒന്നുമില്ല ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അയ്യോ, UPSC ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറെ നോക്കിയേ, ഇതിനകത്ത് നോക്കിയാൽ പാർലമെന്റ് ഓൾ പെൻഡിങ് ഇൻ ദ ലോക്സഭ ലാപ്സസ് ഓൺ ഡിസൊല്യൂഷൻ. ഓക്കെ, എല്ലാ ബില്ലും എന്ത് ചെയ്യുന്നു? ഡിസൊല്യൂഷനിൽ ലാപ്സസ് ചെയ്യും. ഓൾ ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഇതിനകത്ത് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ലോകസഭയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സാധനമാണോ? പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ലെങ്കിൽ സാധനം എന്ത് ചെയ്യും? അടിച്ചു പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഓൾ പെൻഡിങ് ലോകസഭയിലുള്ള പെൻഡിങ് ആയതെല്ലാം എന്ത് ചെയ്യും? ലാപ്സ് ആയി പോകും. എ ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ആൻഡ് പെൻഡിങ് ഇൻ ദ രാജ്യസഭ ലാപ്സസ് ഓൺ ഡിസൊല്യൂഷൻ ലോക്സഭ. ഞാൻ പറഞ്ഞു ലോകസഭയിൽ നിന്ന് തുടങ്ങി പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യും? അത് പോയിട്ടുണ്ടാവും. ആ ബില്ല് ലാപ്സ് ആയി പോകും. എ ബിൽ ഈസ് റിക്വയർഡ് the regard to which the President of India notified his or her intention to summon the House to a joint sitting lapses on the dissolution of the Lok Sabha. ഞാൻ പറഞ്ഞു ലോക്സഭയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പോവും. പക്ഷെ എവിടെ സംഭവിക്കും? പ്രസിഡന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രം ഇത് എന്ത് ചെയ്യില്ല? ലാപ്സ് ആവില്ല. അല്ലെ ജോയിന്റ് സെറ്റിംഗ് വിളിക്കുക, പ്രസിഡന്റ് കയ്യിലാണ് ഈ ബില്ല് എന്നുണ്ടെങ്കിൽ ലാപ്സ് ആവില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ? ഇതെന്താ ചെയ്യാൻ പറ്റില്ല? ലാപ്സ് ആവാൻ പറ്റില്ല. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വളരെ ഇതൊന്നും തെറ്റിക്കരുത് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞു വരുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ, PYQയുടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UPSC-യുടെ PYQs നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓക്കെ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തെങ്കിലും പറയാമെന്നോ? പറഞ്ഞോ സാറേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഏതിലടാ? ഇതല്ലേ? ഇപ്പൊ വായിച്ചത് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഇതല്ല ഇനി മുമ്പത്തെ ബില്ലിൻ. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബില്ല് ഒറിജിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബെസ്റ്റ് പറഞ്ഞുതരാം. ബില്ല് ഒറിജിനേറ്റ് ചെയ്യും, ബില്ല് ലാപ്സ് ആവുന്ന എന്താണ് ചോദ്യം. ഓൾ ബിൽ ഒറിജിനേറ്റഡ് ഇൻ ലോകസഭ എന്ത് ചെയ്യുന്നു? ഈ ഡിസൊല്യൂഷൻ ഓഫ് ലോകസഭ ആവുന്ന സമയത്ത്, ലോകസഭ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ലാപ്സ് ആയി പോകും ഓൾ ബിൽ. ഓക്കെ, എക്സെപ്റ്റ് ഫ്യൂ കണ്ടീഷൻസ് ഉണ്ട്. ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താ എക്സെപ്ഷൻ? ഞാൻ പറഞ്ഞു, പ്രസിഡന്റിന്റെ റോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യില്ല? ലാപ്സ് ആവില്ല. അല്ലാത്ത സിറ്റുവേഷനിൽ അതെല്ലാം ലാപ്സ് ആവും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണ്ട നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓൾ ബിൽ പെൻഡിങ് ഇൻ ദ ലോകസഭ ലാപ്സ് ഓൺ ഡിസൊല്യൂഷൻ. ഞാൻ അതാ പറഞ്ഞു, ഓൾ ബിൽ പെൻഡിങ് ഇൻ ലോകസഭ ലാപ്സസ്. ശരിയാണ്, ലാപ്സ് ചെയ്യും. ഓൾ ബിൽ പാസ്ഡ് ബൈ ലോകസഭ ആൻഡ് പെൻഡിങ് ഇൻ ദ രാജ്യസഭ ലാപ്സസ് ഓൺ ദ ഡിസൊല്യൂഷൻ. ഇവിടെ എന്ത് ചെയ്തു? ലോകസഭ ബില്ല് പാസ്സാക്കി രാജ്യസഭയ്ക്ക് കൊടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു ഓൾ ബിൽ സ്റ്റാർട്ടഡ് ഇൻ ലോകസഭ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്തു പോകും. ഇവിടെ ബില്ല് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ലോകസഭയിലാണ്. പക്ഷെ എക്സെപ്ഷൻ പ്രസിഡന്റ് ഇടപെട്ടല്ല. ഇവിടെ പ്രസിഡന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ലാപ്സ് ആയി പോകും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എ ബിൽ റിഗാർഡ് ടു വിച്ച് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈഡ് ഹെർ ഇന്റൻഷൻ ടു സമ്മൺ എ ഹൗസ് ടു ജോയിൻ സിറ്റിംഗ്
lapses on the dissolution of Lok Sabha. ഇവിടെ ബില്ല് എവിടെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ബിൽ ഐദർ ഒറിജിനേറ്റഡ് ഇൻ രാജ്യസഭ ഓർ ലോക്സഭ, എവിടെ വേണമെങ്കിലും ആവാം. പക്ഷെ എവിടെയാണ് എന്നുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും when the president came in the role എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ലാപ്സ് ആവില്ല. കാരണം പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞിട്ട് ഒരു ബില്ലിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴും പ്രസിഡന്റിനെ അടിപൊളിയായിട്ട് കാണണം. പ്രസിഡന്റ് ഒരു സാധനം ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നു പറഞ്ഞിട്ട് ലോക്സഭ ലാപ്സ് ആയുമ്പോൾ ആ ബില്ല് ലാപ്സ് ആയി പോവാണെങ്കിൽ അത് പ്രസിഡന്റിനെ കുറച്ചിൽ കാണുന്ന പോലെയല്ല. പ്രസിഡന്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു ഞാനിത് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പോവാന്നുള്ളത്. അപ്പൊ ആ സിറ്റുവേഷനിൽ പ്രസിഡന്റ് ഇന്റർഫെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബില്ല് ഒരിക്കലും എന്ത് ചെയ്യില്ല, ലാപ്സ് ആവില്ല. അപ്പൊ ഓൾ ബിൽ ലാപ്സസ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ എക്സെപ്റ്റ് പ്രസിഡന്റിന്റെ ഇന്റർവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്തൊക്കെ പ്രസിഡന്റിന്റെ ഇന്റർവെൻഷൻസ് ഉണ്ടാവും? ഒന്ന്, ജോയിന്റ് സിറ്റിംഗ് വിളിക്കാം എന്നുള്ള രീതിയിൽ ബില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. രണ്ട്, പ്രസിഡന്റ് ഇടയിൽ എന്തുണ്ടാവും, ഓൾറെഡി ആ ബില്ല് കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ലാപ്സ് ആവില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ പ്രസിഡന്റ് ഇന്റർവെൻഷൻ നോക്കി വെച്ചാൽ മതി. ബേസിക് ആയിട്ട് കാണാതെ പഠിക്കേണ്ടതല്ല. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് ബേസിക്കലി എങ്ങനെയാണ് പൊളിറ്റിയിൽ പഠിക്കണം, എന്തൊക്കെയാണ് പൊളിറ്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കേണ്ട അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മജോറിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പറയാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ 5-10 വർഷത്തെ PYQs സ്റ്റേറ്റ്മെന്റ് അടക്കം, വെറുതെ PYQ ചെയ്യരുത്, സ്റ്റേറ്റ്മെന്റ് അടക്കം നിങ്ങൾ പഠിക്കുകയാണ്, പ്ലസ് NCERT പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മജോറിറ്റി ക്വസ്റ്റ്യൻസ് ഒരു 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പൊളിറ്റിയിൽ നിങ്ങൾക്ക് ശരിയായി കിട്ടും. ആൻഡ് പൊളിറ്റിയിൽ 95 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ശരിയാക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഒരിക്കലും തെറ്റിക്കരുത്. ലക്ഷ്മികാന്ത് വായിക്കണം, പക്ഷെ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ഈ 2 സാധനം ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ, ലക്ഷ്മികാന്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യണം. അപ്പൊ മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് തീംസ് ആണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നോക്കാം, ഡീലിമിറ്റേഷൻ കമ്മീഷനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആ വർഷം മൊത്തം ന്യൂസിലുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് എല്ലാം എപ്പോഴും കറണ്ട് അഫയേഴ്സ് ഇൻസ്പയർഡ് ആയിരിക്കും. ഈ വർഷം ഗവർണറെ പറ്റി ഞാൻ പറഞ്ഞ 4 ടോപ്പിക്സ് ഗവർണറുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം കഴിഞ്ഞ ഒരു വർഷം മൊത്തം ഗവർണർ ആയിരുന്നു ന്യൂസ് പേപ്പർ മൊത്തം. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതിന്റെ ബേസിക് ഫാക്ചർ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചാർജ് സെറ്റ് ആകും, പേടിക്കണ്ട. സോ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അത് നോക്കിക്കോളും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഇൻസ്പയർഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, പക്ഷെ ചോദ്യം നിങ്ങളുടെ ബുക്കിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള, കറണ്ട് അഫയേഴ്സ് കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ വായിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഗവർണറെ പറ്റി ഒരു കറണ്ട് അഫയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഗവർണറെ പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് മൊത്തം ഇരുന്ന് വായിച്ചിരുന്നിട്ട് കാര്യമില്ല. ഗോ ബാക്ക് ടു യുവർ ബുക്സ് ആൻഡ് റീഡ് അബൌട്ട് ഗവർണർ. ഓക്കെ, ബുക്കിൽ പോയി ഗവർണർ വായിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ആർ ഫ്രം ഹിയർ, ബട്ട് ക്വസ്റ്റ്യൻ ഇൻസ്പയർഡ് ഫ്രം ദി ന്യൂസ് പേപ്പർ. ഓക്കെ, ഇനി ഡിഫിക്കൽട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റി ക്വസ്റ്റ്യനിൽ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ബേസിക്കലി മാക്സിമം വന്നാൽ ഒരു ക്വസ്റ്റ്യൻ, ബാക്കി എല്ലാം ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി പാറ്റേൺ ഓഫ് ദ ക്വസ്റ്റ്യൻ, എൻവയോൺമെന്റിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ പാറ്റേൺ എന്തല്ല, ഔട്ട് ഓഫ് ബോക്സ് പാറ്റേണോ അല്ലെങ്കിൽ വെറുതെ എപ്പോഴും അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊളിറ്റിയിൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 1-2 ഒക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ പറ്റുള്ളൂ. അത്രയും ക്വസ്റ്റ്യൻസ് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ല. പഴയ മോഡൽ ട്രഡീഷണൽ പാറ്റേൺ ആണ് ഇതുവരെ UPSC ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ട്രഡീഷണൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റേറ്റ്മെന്റ്, 2nd സ്റ്റേറ്റ്മെന്റ്, ഒന്നെങ്കിൽ 1 and 2 സ്റ്റേറ്റ്മെന്റ് ശരി, അല്ലെങ്കിൽ 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിലേതാ 1, 2, 3, 1, 4, 2 അങ്ങനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ട്രഡീഷണൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും UPSC എന്ത് ചെയ്യുന്നത്, പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഫോളോ ചെയ്യുന്നത്. അഗെയിൻ ഇത് നിങ്ങളുടെ ഈസി സൈഡിലേക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ മാറ്റുകയാണ്. നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്ടഡ് സാധനം ഇതിനകത്ത് വരുന്നില്ല. അതേപോലെ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗിൽ ഔട്ട് ഓഫ് ബോക്സ് ഇല്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ UPSC ചെയ്യുന്നുള്ളൂ. ഒരു ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് UPSC എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ഇനി എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, PYQ ആൻഡ് NCERT ഇൻസ്പയർഡ് ആണ്, വിച്ച് വി ഓൾറെഡി ഡിസ്കസ് നമ്മൾ കാണിച്ചു തരികയും ചെയ്തു. ഇനി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം അല്ലെ. എങ്ങനെ പഠിക്കുന്നത്, പല ആളുകൾക്ക് ഇപ്പൊ പൊളിറ്റി കുറെ പേർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അവരെ സംബന്ധിച്ചോളം ഇതെന്താണ്, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ പഠിക്കുക, ഈസി ആയത്. പൊളിറ്റി ഒരു ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പൊളിറ്റി പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പൊളിറ്റി എന്ന് പറയുന്നത് എന്താണ്, പൊളിറ്റി ഈസ് നത്തിങ് ബട്ട് എ റിലേഷൻഷിപ്പ് ആണ്. എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്? ദർ ഈസ് പവർ ആൻഡ് ദർ ആർ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. കുറെ ആളുകൾക്ക് എന്തുണ്ട്, പവർ ഉണ്ട്, എനിക്ക് ഈസിയാണ്. ഓക്കെ, കുറെ ആളുകൾക്ക് എന്ത് പവർ ഉണ്ട്, കുറെ ആളുകൾക്ക് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി. പവർ ഉണ്ട് നമുക്ക്, അതായത് ഗവൺമെന്റിന് എന്തുണ്ട്, പവർ ഉണ്ട്, സിറ്റിസണിന് പവർ ഉണ്ട് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസന്റെ പവർ ആണ്. പക്ഷെ ദർ ആർ റെസ്പോൺസിബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ DPSP റെസ്പോൺസിബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവരെ സംബന്ധിച്ചോളം റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം റെസ്പോൺസിബിലിറ്റി ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ
Constitution is nothing but it's a combination of power and responsibility. So there is always a relationship between citizen and state. ഈ സിറ്റിസണും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം കാണാൻ പറ്റുക. അപ്പൊ ഈ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. There are power, there are responsibilities. ഇതിനെ ബാലൻസ് ചെയ്യണം. This is what constitution is. Now when you look at the constitution in this way, നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് വെച്ച് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന, എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് സെൻട്രലിനെയും സ്റ്റേറ്റിനെയും എപ്പോഴും കമ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോൾ പഠിക്കുമ്പോഴും സെൻട്രൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ എക്സാക്ട് സാധനം നിങ്ങൾക്ക് സ്റ്റേറ്റിലും കാണാൻ പറ്റും. ഓക്കെ, ആ സ്റ്റേറ്റിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെൻട്രൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ കമ്പാരിസൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പൊളിറ്റി ഈസി ആവും. രണ്ടാമത് പ്രസിഡന്റ് ഗവർണർ. നിങ്ങൾക്ക് അറിയാം, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസിഡന്റ് ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗവർണറുടെ ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് ഇതിന്റെ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ഓക്കെ ആണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇത് ഓവർലാപ്പ് ചെയ്യുന്നു. രണ്ടാമത് പഠിക്കേണ്ടത് പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്, വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, രണ്ടും ഒരേപോലെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിന്റെ എക്സാക്ട് സാധനമാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആ പവർ ഡൈനാമിക്സ് നിങ്ങൾ മനസ്സിലാക്കുക. ലോകസഭയും രാജ്യസഭയിലുള്ള ഡിഫറൻസസ്, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ചെയർമാനും തമ്മിലുള്ള ഡിഫറൻസസ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കാം. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്, ഇതിനെപ്പറ്റി പഠിക്കാം. അപ്പൊ റാദർ ദാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വായിച്ചു തുടങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസിഡന്റ് തൊട്ട് വായിച്ചു തുടങ്ങാം. പ്രസിഡന്റ്, ഗവർണർ, അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഈ രീതിയിൽ വായിച്ചു തുടങ്ങാം. ഓക്കെ, സിറ്റിസണും ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. അപ്പൊ സിറ്റിസൺ എന്തുണ്ട്, ഫോർ എക്സാമ്പിൾ സിറ്റിസണിന് നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്തൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം ഇവർക്ക് വേണ്ടിയിട്ട്, സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അതേപോലെ എന്ത് ചെയ്യണം, DPSP പ്രൊവൈഡ് ചെയ്യണം, ബെറ്റർ ഗവർണൻസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കി വെക്കണം. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, DPSP, 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും തമ്മിലുള്ള ബന്ധം, ഇത് തമ്മിലുള്ള കമ്പാരിസൺ. ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 80% ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തീർന്നു. ഇവരെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ചാപ്റ്റർ വൈസ് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം, യു നീഡ് ടു റീഡ് ഹൊറിസോണ്ടലി. പൊളിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ റീഡിംഗ് ആണ്. ഹൊറിസോണ്ടൽ റീഡിംഗ്, വെർട്ടിക്കൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ അങ്ങനെ പോകും. ഹൊറിസോണ്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് വായിച്ച് നിങ്ങൾ ഗവർണർ വായിക്കുന്നു, then you will come and read vice president, then you will read prime minister, then you will read chief minister, you will reading executive, then you understand legislature, how they are related, then you understand judiciary. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു പോകുന്നു. സോ യു ആർ മേക്കിംഗ് ഫ്രം ഒരു ചെറിയ സാധനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വലിയൊരു ട്രീ ഉണ്ടാക്കി പോകുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പൊളിറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ അനദർ ആസ്പെക്ട്സ് യു ഓൾസോ നീഡ് ടു മേക്ക് ടേബിൾസ് എസ്പെഷ്യലി ഹെൽപ്പ് യു ടു റിവൈസ്. പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ ആക്കി പഠിക്കുക. അല്ലാതെ നിങ്ങൾ ഇത് കാണാതെ പഠിക്കാൻ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതിനെ കമ്പാരിസൺ ചെയ്യുക, ഈ ഒരേപോലെയുള്ള സാധനങ്ങൾ ഏതാണ്, അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എമർജൻസി പവർ, നാഷണൽ, സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ എമർജൻസി, എന്താണ് ഡിഫറൻസ്, കമ്പയർ ചെയ്യുക, ടേബിൾ വരയ്ക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിട്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ വരച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ടേബിളിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലുണ്ട്, മണി ബില്ലുണ്ട്, ഓർഡിനറി ബില്ലുണ്ട് അല്ലെ, ഫിനാൻസ് ബില്ലുണ്ട്. സോ ഓരോ ബില്ലുകളും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ള ഒരു ടേബിൾ വരച്ചു വെക്കുക. ദെൻ ഇറ്റ്സ് ഫിനിഷ്ഡ്. ആ ഒരു ടേബിൾ ഉണ്ടാക്കുന്നതോടുകൂടി നിങ്ങളെ പൊളിറ്റി പഠനം അതോടുകൂടി തീർന്നു. ദെൻ യു ഓൾസോ നീഡ് ടു മേക്ക് ഫ്ലോ ചാർട്ട്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മജോറിറ്റി നിങ്ങൾക്ക് ടേബിൾ ഉണ്ടാക്കാം. പിന്നെ ഫ്ലോ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാം, പ്രോസസ്സുകൾ. ഇപ്പൊ ഒരു ബില്ല് എങ്ങനെയാണ് പാസ് ആവുന്നത്, ഇതെന്ത് ചെയ്യാം, ഒരു ഫ്ലോ ചാർട്ടായി വരച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ജഡ്ജസിനെ പറ്റിയിട്ട് ചോദിക്കുന്ന ഇംപീച്ച്മെന്റ് ഓഫ് ജഡ്ജസ് എങ്ങനെയാണ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എങ്ങനെയാണ്, എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എങ്ങനെയാണ്, അപ്പം അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ പ്രോസസ്സ്, അതേപോലെ തന്നെ ബഡ്ജറ്റ് അടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഇതെല്ലാം ഫ്ലോ ചാർട്ടായിട്ട് വരച്ചു വെക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പൊളിറ്റി പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ഈ 2026 നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ യുവർ ഫോക്കസ് ഏരിയ ഷുഡ് ബി തിങ്സ് ലൈക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. നിങ്ങൾ നോക്കണം, ആദ്യം നിങ്ങൾ PYQs നോക്കണം, NCERTs വായിക്കണം, ദെൻ ലക്ഷ്മികാന്തിന്റെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വായിച്ചു പോകാന്നുള്ളതാണ്. ദെൻ യു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇൻ എ വേ ദാറ്റ് യുവർ പെർഫെക്ഷനിസം ഇവിടെ കൂടുതലായിട്ട് വേണം. എങ്ങനെ പെർഫെക്ഷൻ വേണം, ഇതെല്ലാം എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. യുവർ ചാൻസസ് ഓഫ് റോങ് ഓൺലി 1 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 16 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാം. ഇതായിരിക്കണം നിങ്ങളുടെ റേറ്റ് ഓഫ് റോങ്. ഈ ഒരു റേറ്റ് ഓഫ് റോങ്ങിലേക്കായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. മാക്സിമം 16 ക്വസ്റ്റ്യൻ ശരിയാക്കണം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓൾ ക്വസ്റ്റ്യൻസ് യു ഷുഡ് ബി മേക്ക് ഇറ്റ് കറക്റ്റ്. സോ ഇതാണ് ഒരു പൊളിറ്റിന്റെ 1 ഇയറിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ പൊളിറ്റി വായിക്കേണ്ട രീതി. ഇതിൽ ഏറ്റവും കൂടുതൽ വായിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ്, ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, പാർലമെന്റ്, പ്രസിഡന്റ്, അതുപോലെ തന്നെ
സ്പീക്കർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബേസിക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇതാണ് മേജർ ടോപ്പിക്സ്. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഒരു പൊളിറ്റിന്റെ പ്രിപ്പറേഷൻ വെൻ യു ആർ ഗോയിങ് ഫോർ 2026. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? Yes, thank you, sir. Thank you Okay. for wonderful session. താങ്ക് യു. ഓക്കെ, Thank പിന്നെ you, sir. ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നിങ്ങൾ വെൻ യു ആർ സ്റ്റാർട്ടിംഗ് ടെസ്റ്റ് സീരീസ് ഇൻ റൈറ്റ് അപ്പ് ഓൾസോ വി ആർ ഹാവിംഗ് എ ടെസ്റ്റ് സീരീസ്. ഇസ് ദ റൈസ് അപ്പ് ടെസ്റ്റ് സീരീസിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ദർ വിൽ ബി കൈൻഡ് ഓഫ് എവറി ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ ആദ്യം നോക്കുക ഫൗണ്ടേഷൻസ് ശരിയാക്കാനാണ് നോക്കുക. ഹൗ വി വിൽ മേക്ക് ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ NCERT റീഡിംഗ്. ഫസ്റ്റ് NCERT ടെസ്റ്റുകളായിരിക്കും. ആദ്യത്തെ 60 ദിവസം കൊണ്ട് വി വിൽ കംപ്ലീറ്റ് ഓൾ ദി NCERTs. ഓക്കെ, NCERTs എല്ലാം 60 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ മേക്ക് ഓൺലി NCERT പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഈ ബേസ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഈ NCERT നമ്മൾ റിവിഷനിലേക്ക് പോകുന്നു. വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേജർ ടോപ്പിക്കുള്ള ബുക്കിലേക്ക് കിടക്കുന്നു. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തെറ്റിക്കാന്ന് ചോദിക്കും. ഇപ്പൊ ഈ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് 30 എണ്ണം നിങ്ങൾ ശരിയാക്കി, 20 എണ്ണം നിങ്ങൾ തെറ്റി. സോ വാട്ട് വി വിൽ ഡു, സോ ഇവിടെ മെന്റർഷിപ്പ് എടുത്ത ആളുകൾക്ക് ഓൾറെഡി അറിയായിരിക്കും. വാട്ട് വി വിൽ ഡു, വി ബേസിക്കലി സിറ്റ് വിത്ത് ദ മെന്റീസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 20 ക്വസ്റ്റ്യൻസ് എങ്ങനെ തെറ്റി എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നൗ വി വിൽ അനലൈസ് വാട്ട് തോട്ട് പ്രോസസ്, എന്ത് തോട്ട് പ്രോസസ്സിലാണ് നിങ്ങൾ ഈ ഉത്തരം ഇങ്ങനെ ചെയ്തത്, ആ തോട്ട് പ്രോസസ്സിലുള്ള റോങ്നെസ് എന്തായിരുന്നു, ഹൗ ടു കറക്റ്റ് ദാറ്റ് തോട്ട് പ്രോസസ്. ഓക്കെ, ഈ തോട്ട് പ്രോസസ് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്ത പ്രാവശ്യത്തേക്ക് ശരിയാക്കുന്നു. സോ ദിൽ ബി വിത്ത് ദ പ്രോസസ് ഓഫ് അവർ ടെസ്റ്റ് സീരീസ്. സോ ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിംഗ് യു ദാറ്റ് ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് എന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ആർ getting benefit out of all the launchpad sessions and everything, and your preparation is also going well. And thank you so much for finding the time. Next session വരുന്നത് on this is Wednesday, right? Yeah, next section is on Friday. Okay, Friday നമ്മൾ എടുക്കുന്നത് എൻവയോൺമെന്റിന്റെ സെഷൻ ആണ്. Environment section will be handled by again Rajkumar sir ആയിരിക്കും. Then we have a final section on Monday we have economics. Again Monday economics ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. So these are the 2 sections, 2 സെക്ഷൻ വരാനുണ്ട് കേട്ടോ, അതൊരു നോക്കാം. So thank you so much.